ചത്ത്. ഓണം കഴിഞ്ഞ് ക്രിസ്മസ് ആവാറായെങ്കിലും ഉത്രാടത്തിൻ്റെ തലേന്നിടത്ത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് ഇന്നാണ് ടൈം കിട്ടിയത്. എപ്പോഴും ഇതുപോലെ എന്തെങ്കിലും നല്ല വിശേഷമുള്ള ദിവസം അല്ലെങ്കിൽ കല്യാണം അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ടൂറൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ടൈം ആകുമ്പോഴേക്കും എനിക്ക് കോൾഡ് വണ്ടി പിടിച്ചാണെങ്കിലും വരും. ഇത്തവണ എൻ്റെ കെട്ടിയവനാണ് അത് കൊണ്ടുതന്നത്. അങ്ങനെയൊന്നും ഈ രാമൻകുട്ടി തളരില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു അടവളും കഴിച്ച് പൂരാടപ്പാച്ചിലിന് വേണ്ടി ഞങ്ങൾ റെഡിയായി. ഇത്തവണ ഓണവും നബിദിനവും ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ ഉത്രാടത്തിൻ്റെ അന്ന് സാധനം വാങ്ങാൻ പോയി കഴിഞ്ഞാൽ പിന്നെ തിരുവോണത്തിൻ്റെ അന്നായിരിക്കും വീട്ടിലെത്തുക. കാരണം അത്രയ്ക്ക് തിരക്കായിരിക്കും. റൂമിന് അടുത്ത് തന്നെയുള്ള ലുലുവിലാണ് ഞാൻ ഷോപ്പിങ്ങിന് പോയത്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ബില്ല് ചെയ്ത് പുറത്തിറങ്ങാമെന്ന് കരുതി. ഓണം പ്രമാണിച്ച് ഇതുപോലെ ഒരു പ്രത്യേക സെക്ഷനിൽ ഓണച്ചന്തയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഓണസദ്യക്ക് വേണ്ട എല്ലാ പച്ചക്കറികളും പ്രത്യേകം സ്റ്റോളാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പൂ പിന്നെ ഇതുപോലെ ബോക്സിൽ എല്ലാ കളറും ഉള്ളൊരു ബോക്സായിട്ടും അല്ലാതെ ലൂസായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പൂവിനൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു. പിന്നെ ഇവിടെ പായസത്തിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. പലതരം പായസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 10-20ഓളം ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ അതിലൊരു ടെൻഡർ കോക്കോനട്ട് പായസം വാങ്ങി. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലും ചെയ്ത് അപ്പം ബില്ലിങ് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ തന്നെ ഒരു കഫേ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് പുതിയതായിട്ട് തുടങ്ങിയത്. അപ്പോൾ അവിടെ കയറി ഒരു ചിക്കൻ പഫ് ഓർഡർ ചെയ്തായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പം ഇത് ഇവിടെ ഇങ്ങനെ പൂക്കളിടുന്ന കണ്ടു. ദൂരെ നോക്കിയപ്പോൾ പൂവാണെന്നാണ് കരുതിയത്. പക്ഷേ അടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് രംഗോലിയൊക്കെ പോലെ തന്നെ ഒരു തരം പൗഡർ വെച്ചിട്ടായിരുന്നു അവർ ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കിട്ടു. അപ്പോഴേക്കും അഡോളിൻ്റെ പവർ ഏകദേശം കഴിയാറായിട്ടുണ്ടായിരുന്നു.